ഹായ് എവ്രി വൺ. ജൂനിയർ അനലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഡ്യൂൾ 6 ഹൈഡ്രോ കാർബണുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ടോപ്പിക്കിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന PYQs തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 5 വരെയുള്ളത് ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കൂ. ഇനിയുള്ള വീക്കുകളിൽ നമ്മൾ ബാക്കിയുള്ള 9 മൊഡ്യൂൾസിൽ നിന്നും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സീരീസാണ്. എന്തായാലും നമുക്ക് സെഷനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ആക്ച്വലി നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആസ് വെൽ. ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റൂ. നോക്കൂ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? നോർമൽ ഹെപ്റ്റൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? നോർമൽ ഹെപ്റ്റൈൻ ഇവിടെ കൊടുത്തിരിക്കുന്ന റിയേജൻസ് നിങ്ങൾ മനസ്സിലാക്കണം. Al2O3യും അതേപോലെ Cr2O3യുമാണ്. എന്തിനാണ് ഇവർ ആക്ച്വലി യൂസ് ചെയ്യുന്നത്? യെസ്, അരോമാറ്റൈസേഷൻ ആണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അരോമാറ്റൈസേഷൻ. ഓക്കെ, അതായത് 6 കാർബണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോർമൽ ഹെക്സൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമുക്ക് കിട്ടുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ബെൻസീൻ ആണ്. അപ്പോൾ 7 കാർബൺ ആകുമ്പോൾ എന്ത് കിട്ടും? യെസ്, അരോമാറ്റിക് കോമ്പൗണ്ടും അതേപോലെ തന്നെ ഒരു കാർബണും കൂടെ ഉണ്ടാകും, വിച്ച് ഇസ് ആക്ച്വലി എന്താണ്? ടൊളുവിൻ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ റിയേജന്റ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ 1 മാർക്ക് നഷ്ടപ്പെടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നോക്കൂ, നോർമൽ ഹെക്സൈൻ. ഹെക്സൈൻ ആണല്ലേ, നോർമൽ ഹെക്സൈൻ. ബ്രാഞ്ചിങ് ഒന്നുമില്ലാത്ത സ്ട്രേറ്റ് ചെയിൻ ആണ്. ടു കൺവേർട്ട് ടു വോട്ട്? 2-methyl pentane എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2-methyl pentane. അപ്പോൾ ഇതെന്താണ്? ഐസോ ഹെക്സൈൻ ആണല്ലേ. കോമ്പൗണ്ട് എന്താണ്? ഇറ്റ് ഇസ് ആക്ച്വലി ഐസോ ഹെക്സൈൻ. ഐസോ ഹെക്സൈൻ. ഇവർ രണ്ടുപേരും എന്താണ്? ആക്ച്വലി ഇവർ ഐസോമേഴ്സ് ആണ്, അല്ലേ? ഐസോമേഴ്സ് ആണ്. അപ്പോൾ ഐസോമറൈസേഷന് യൂസ് ചെയ്യുന്ന റിയേജന്റ് നിങ്ങൾക്ക് അറിയണം. എന്താണ്? എൻഹൈഡ്രസ് AlCl3യും HClലുമാണ് ഐസോമറൈസേഷന് യൂസ് ചെയ്യുന്ന റിയേജന്റ്. അപ്പോൾ സിംപ്ലി കാര്യങ്ങൾ മനസ്സിലാക്കണം. നോർമൽ ഹെക്സൈനിൽ നിന്ന് 2-methyl pentane കൺവേർട്ട് ചെയ്യുന്ന റിയേജന്റ് ഏതാണ്? ഐസോമറൈസേഷൻ. എൻഹൈഡ്രസ് AlCl3യും HClലും. അരോമാറ്റൈസേഷൻ യൂസ് ചെയ്യുന്നത് Al2O3യും Cr2O3യാണ്. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സോഡിയം സാൾട്ട് ഓഫ് എക്സ് ഇസ് ഹീറ്റഡ് വിത്ത് സോഡ ലൈം. എന്താണ് സോഡ ലൈം? നോക്കൂ, NaOH ഇസ് ടു കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, 3:1 റേഷ്യോയിൽ എടുക്കുകയാണെങ്കിൽ ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഡ ലൈം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഗിവ്സ് പ്രൊഡക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്റ്റ് എന്താണ്? ഈത്തൈൻ ആണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഈത്തൈൻ. CH3CH3. ഓക്കെ, അപ്പോൾ സോഡ ലൈമുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്? യെസ്, ഡീകാർബോക്സിലേഷൻ ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കണം. സോഡ ലൈമാണ് എടുക്കുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ് ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ NAൻ്റെ കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് യു വിൽ ഓൾസോ ഗെറ്റ് വോട്ട് Na2CO3 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഡീകാർബോക്സിലേഷൻ ആണെങ്കിൽ നിങ്ങളുടെ റിയാക്ടൻറ്റ് നോക്കൂ, CH3CH2COO- Na+ നിങ്ങൾ എടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? യെസ്, ഒരു കാർബൺ കൂടുതലായിരിക്കണം നിങ്ങൾ എടുക്കുന്നത്. കാരണം എന്താണ്? ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് പോവും? യെസ്, Na2CO3 ഡീകാർബോക്സിലേഷൻ ആയിട്ട് ഒരു കാർബൺ അങ്ങോട്ട് പൊക്കോളും. ഒരു കാർബൺ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് എലിമിനേറ്റ് ആകും. അപ്പോൾ ഇവിടെ ഈത്തൈൻ ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്കിൽ നിങ്ങളുടെ റിയാക്ടൻറ്റിൽ എത്ര കാർബൺ വേണം? യെസ്, 3 കാർബൺ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? യെസ്, പ്രൊപ്പനോയിക് ആസിഡ് എന്ന് നമ്മുടെ ആൻസർ വരും. ക്ലിയർ ആണല്ലോ കാര്യം? യെസ്. അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ ഗ്യാസസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ് ഇൻ ദ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം അസറ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഇതെന്താണ്? ഇലക്ട്രോളിസിസ് ആണ്. ഏത് ഇലക്ട്രോളിസിസ് ആണ്? യെസ്, ദിസ് ഇസ് ആക്ച്വലി കോഡ്സ് ഇലക്ട്രോളിസിസ്. വാട്ട് ഇസ് ഇറ്റ്? കോഡ്സ് ഇലക്ട്രോളിസിസ് ആണ്. കോഡ്സ് ഇലക്ട്രോളിസിസ് എന്താണ്? ആക്ച്വലി ഹയർ ആൽക്കെയിനിൻ്റെ മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. കോഡ്സ് ഇലക്ട്രോളിസിസ് ആക്ച്വലി ഹയർ ആൽക്കെയിനെയാണ് മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. റാഡിക്കൽ മെക്കാനിസം ആണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നോക്കൂ, അപ്പോൾ സോഡിയം അസറ്റേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, CH3COO- Na+, അല്ലേ? അപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ട്? ആനോഡും ഉണ്ട്, കാത്തോഡും ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആനോഡ് മാത്രമാണ്. അപ്പോൾ ആനോഡിൽ എന്താണ് നടക്കുക? ആനോഡിൽ യെസ് ഓക്സിഡേഷൻ ആണ് നടക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓയിൽ റിഗ് എന്നൊക്കെ പറയുന്നത് പോലെ ലൂസിങ് ഓഫ് ഇലക്ട്രോൺ ആണ്. ലൂസിങ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ സിംപ്ലി നമ്മൾ
രണ്ട് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ COO- Na+ എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ നിന്ന് റാഡിക്കൽ ഫോം ചെയ്യും അല്ലേ, റാഡിക്കൽ ഫോം ചെയ്യും. ഈ CH3 റാഡിക്കലും അടുത്ത CH3 റാഡിക്കലും കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, നിങ്ങൾക്ക് ഈതെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, ഇവിടെ നിന്ന് റാഡിക്കൽ കിട്ടും, CH3 റാഡിക്കലും CH3 റാഡിക്കലും ഇവർ ക്ലബ് ചെയ്തിട്ട് എന്ത് കിട്ടും? യെസ്, ഈതെയിൻ നമുക്ക് കിട്ടും. ഓഫ് കോഴ്സ് നമുക്ക് എന്തും കിട്ടും, വേറെ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ? യെസ്, ഓപ്ഷൻ ബി, C2H6 ആൻഡ് CO2 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നൗ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വെറ്റ് ഈതർ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ദ വുഡ്സ് റിയാക്ഷൻ. നമ്മുടെ വുഡ്സ് റിയാക്ഷൻ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, RX + RX എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2Na ഡ്രൈ ഈതർ എന്ന് നമ്മൾ എപ്പോഴും ഇത് എഴുതുന്നതാണ് അല്ലേ, ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ 2NaX ആയിട്ട് ഇവിടെ നിന്ന് പോകും. അപ്പോൾ എന്തായിരിക്കും? ഹയർ ആൽക്കെയിൻ കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് ഡ്രൈ ഈതർ എടുക്കുന്നത്, എന്തുകൊണ്ട് വെറ്റ് ഈതർ നമ്മൾ എടുക്കുന്നില്ല, വാട്ടറിൻ്റെ പ്രസൻസ് ഇല്ല? കാരണം എന്താ? സോഡിയം ആണല്ലോ അതല്ലേ. സോഡിയം ഈസ് ആക്ച്വലി ഹൈലി റിയാക്റ്റീവ് ടുവേർഡ്സ് എവറിത്തിങ്, ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ എന്തായിരിക്കും? വാട്ടറിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് NaOH ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് വിച്ച് ആക്ച്വലി ഡിസ്ട്രോയ്സ് വാട്ട്? സോഡിയം മെറ്റൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈർഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ആൽക്കെയിൻ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, സ്പെസിഫിക്കലി ഡ്രൈ ഈതർ നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. സിക്സ്ത് ക്വസ്റ്റ്യൻ ഓസോണോളിസിസുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പ്രൊഡക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഫോർമാൽഡിഹൈഡും അസറ്റാൽഡിഹൈഡും. അങ്ങനെയാണെങ്കിൽ ആൽക്കീൻ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യമേ ചെയ്യേണ്ടേ ഉള്ളൂ, നിങ്ങൾ ഫോർമാൽഡിഹൈഡ് വരയ്ക്കുക. ദിസ് ഇസ് ആക്ച്വലി ഫോർമാൽഡിഹൈഡ്. വേറെ എന്താണ്? അസറ്റാൽഡിഹൈഡ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് CH3CHO. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യുക, ഇതാ ഇവിടെയും ഓക്സിജൻ ഉണ്ട്, ഇവിടെയും ഓക്സിജൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഓക്സിജനെയും നിങ്ങൾ എന്ത് ചെയ്യുക, റിമൂവ് അങ്ങ് ചെയ്യുക, എന്നിട്ട് ഇവരെ ക്ലബ് ചെയ്യുക. ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഇതാ ഇതിങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റായി. ഇതിനെന്താണ് വിളിക്കുക നമ്മൾ? യെസ്, 1, ഓക്കെ, 1, 2 ആൻഡ് വോട്ട് 3 എന്താണ്? പ്രൊപ്പീനാണല്ലേ. പ്രൊപ്പീനാണ് നമ്മുടെ ആൽക്കീൻ. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? യെസ്. ഇനി അടുത്തത് ബേയേഴ്സ് റിയേജൻറ്റിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യമായി എന്താണ് ബേയേഴ്സ് റിയേജൻറ്റ്? എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. നെയിംഡ് റിയേജൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അക്വസ് കോൾഡ് ഡൈല്യൂട്ട് KMnO4 ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേയേഴ്സ് റിയേജൻറ്റ് എന്ന് വിളിക്കുന്നത്. പർപ്പിൾ പിങ്ക് കളറാണ് അല്ലേ, പർപ്പിൾ പിങ്ക് കളറാണ് KMnO4, പിങ്ക് കളർ. എന്തുകൊണ്ടാണ് ഇവർ കളർ പർപ്പിൾ പിങ്ക് ആവുന്നത്? ചാർജ് ട്രാൻസ്ഫർ റിയാക്ഷൻസ് ആണ്, നോട്ട് DD ട്രാൻസിഷൻ. ഇതൊക്കെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ എത്തിലീനെയാണ് ചെയ്യുന്നത്. നോക്കൂ, സിമ്പിളായിട്ടുള്ള റിയാക്ഷനാണ്, പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, KMnO4 എടുക്കുകയാണെങ്കിൽ, ബേസ് റിയേജൻ്റ് എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഈതെയിൻ 1,2 ഡയോൾ. ഓക്കെ, എന്താണ് ഇവിടെ നടക്കുന്നത്? യെസ്, ഹൈഡ്രോക്സിലേഷൻ ആണ്. നോക്കണേ, എന്താ പറയുന്നത്? ഹൈഡ്രോക്സിലേഷൻ. അതായത് ഈ ഡബിൾ ബോണ്ടിന് അക്രോസ് ആയി ഇവിടെ എന്ത് ആഡ് ചെയ്യപ്പെടുന്നു? OH ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോക്സിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? യെസ്, ഈതെയിൻ 1,2 ഡയോൾ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതേപോലെ നിങ്ങൾ ആൽക്കീൻ എടുക്കുകയാണ്, നിങ്ങൾ KMnO4 അല്ലെങ്കിൽ ഓസ്മിയം ടെട്രോക്സൈഡ് OSO4, ഓസ്മിയം ടെട്രോക്സൈഡ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെയിം പ്രൊഡക്റ്റ്, ഓക്കെ, എന്തായിരിക്കും? യെസ്, ഈതെയിൻ 1,2 ഡയോൾ ആയിരിക്കും കിട്ടുക. അതായത് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് സിൻ ഡയോൾ ആയിരിക്കും. സിൻ ഹൈഡ്രോക്സിലേഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്, സിൻ ഡയോൾസ്. ഓക്കെ, അതേസമയം നിങ്ങൾ എത്തിലീൻ എടുത്തിട്ട് നിങ്ങൾ MCPBA, മെറ്റാക്ലോറോ പെറോക്സി ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ പെറോക്സി ബെൻസോയിക് ആസിഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ആൻറ്റി ഹൈഡ്രോക്സിലേഷൻ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുക. യു വിൽ ബി ഗെറ്റിംഗ് വാട്ട്? ആൻറ്റി ഹൈഡ്രോക്സിലേഷൻ. ആൻറ്റി ഹൈഡ്രോക്സിലേഷൻ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, KMnO4 C2H4 ആണെങ്കിൽ, KMnO4 ഓസ്മിയം ടെട്രോക്സൈഡും ആണെങ്കിൽ സിൻ ഹൈഡ്രോക്സിലേഷനും,
MCPBA, മെറ്റാക്ലോറോ പെറോക്സി ബെൻസോയിക് ആസിഡ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതാ ബെൻസോയിക് ആസിഡ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഒരു പെറോക്സി ബെൻസോയിക് ആസിഡ് എടുക്കുക, ഇവിടെ ക്ലോറിൻ എടുക്കുക, മെറ്റാക്ലോറോ പെറോക്സി ബെൻസോയിക് ആസിഡ്. എപ്പോക്സൈഡിൻ്റെ ഫോർമേഷനൊക്കെ ഇവിടെ നടക്കും. മെക്കാനിസം ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് ആൻറ്റി ഹൈഡ്രോക്സിലേഷൻ കിട്ടും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ, E2 എലിമിനേഷൻ. യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ് E2 എലിമിനേഷൻ്റെ കാര്യം. നോക്കൂ, എലിമിനേഷൻ ആകുമ്പോൾ എന്തായിരിക്കും, യെസ്, ബീറ്റ എലിമിനേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. CH2 ഇങ്ങനെയാണെങ്കിൽ ഇതാ എലിമിനേഷൻ നടക്കണമെങ്കിൽ യെസ് OH മൈനസ് വന്നിട്ട് അബ്സ്ട്രാക്ട് ചെയ്ത് ഇത് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവരെന്തായിരിക്കണം, ആൻറ്റി പെരിപ്ലാനാർ കോൺഫിഗറേഷൻ ആയിരിക്കണം. ആൻറ്റി പെരിപ്ലാനാർ 180 ഡിഗ്രി ആയിരിക്കണം. അതായത് ഈ ബീറ്റ ഹൈഡ്രജനും അതേപോലെ ലീവിങ് ഗ്രൂപ്പും എന്തായിരിക്കണം, ആൻറ്റി പെരിപ്ലാനാർ ആയിരിക്കണം വിത്ത് എ ബോണ്ട് ആംഗിൾ ഓഫ് വോട്ട് 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. E2 എലിമിനേഷനുമായിട്ട്, E2 എലിമിനേഷനിൽ സ്ട്രോങ് ബേസ് വേണമെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എഴുതാം, വിച്ച് ഇസ് സി. ഇനി 9, യെസ്, ഓസോണോളിസിസുമായിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ പ്രൊഡക്റ്റ് ആയിരുന്നു തന്നത്, ഇവിടെ റിയാക്റ്റൻ്റ് തന്നിട്ട് പ്രൊഡക്റ്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോളെ, എന്താണ് പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ്, നമുക്കൊന്ന് എഴുതി നോക്കാം. യെസ്, 2-methyl pent 2-ene എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. യെസ്, ദിസ് ഇസ് ആക്ച്വലി 2-methyl pent 2-ene. 2-methyl pent 2-ene ഓസോണോളിസിസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെയും ഇവിടെ ബ്രേക്ക് ചെയ്യുക, ഈ ഡബിൾ ബോണ്ടിന് അക്രോസ് ആയി ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്സിജൻ ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിലോ യു വിൽ ബി ഗെറ്റിംഗ് CH3C, യെസ്, CH3O വിച്ച് ഇസ് അസറ്റോൺ. ആൻഡ് ഇവിടെയും ഓക്സിജൻ ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ CH3CH2CHO നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, പ്രൊപ്പനാൽ. ദിസ് ഇസ് ആക്ച്വലി പ്രൊപ്പനാൽ ആൻഡ് ദിസ് ഇസ് പ്രൊപ്പനോൺ. അപ്പോൾ എന്തായിരിക്കും, പ്രൊപ്പനാൽ ആൻഡ് പ്രൊപ്പൻ 2-on, 2 പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓപ്ഷൻ ഡി. Now, question number 10. Which of the following is an example of an anti-Markovnikov hydration reaction? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊക്കെ റിയാക്ഷൻസ് മാർക്കോനിക്കോഫ് ആണ്, ഏതൊക്കെ റിയാക്ഷൻസ് ആൻറ്റി മാർക്കോനിക്കോഫ് ആണെന്ന് മനസ്സിലാക്കണം. കുട്ടികളൊക്കെ പെറോക്സൈഡ് കാണുമ്പോൾ എഴുതും ആൻറ്റി മാർക്കോനിക്കോഫ്, പക്ഷേ തെറ്റാണ് അല്ലേ. എന്തുകൊണ്ടാണ്, ഇവിടെ HCl ആണ് കൊടുത്തിരിക്കുന്നത്. പെറോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് HBr മാത്രമാണ് എന്ത്, ആൻറ്റി മാർക്കോനിക്കോഫ്. പെറോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl-ഉം HI ഒക്കെ എന്താണ്, യെസ്, മാർക്കോനിക്കോഫ് റൂള് തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കുക, പെറോക്സൈഡ് വിത്ത് HBr ദാറ്റ് ഓൺലി കോൺട്രിബ്യൂട്ട് ടു വോട്ട്, ആൻറ്റി മാർക്കോനിക്കോഫ് റൂൾ. അപ്പോൾ ഇത് എന്ത് തന്നെയാണ്, യെസ്, ഇത് മാർക്കോനിക്കോഫ് ആണ്. ദിസ് ഇസ് ആക്ച്വലി മാർക്കോനിക്കോഫ് റൂൾ. ഓക്സിമർക്കുറേഷൻ, ഡിമർക്കുറേഷൻ, യെസ്, മാർക്കോനിക്കോഫ് ആണ്. ആസിഡ് കാറ്റലൈസേഷൻ എന്തായാലും മാർക്കോനിക്കോഫ് ആണ്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണ് കേട്ടോ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ B2H6 റിയേജൻ്റ് ആലോചിക്കണം, THF, പെറോക്സൈഡ് ആൻഡ് വാട്ടർ അല്ലേ. ഇതാണ് നമ്മുടെ റിയേജൻറ്റ്. ഇവിടെ എന്തായിരിക്കും, യെസ്, ആൻറ്റി മാർക്കോനിക്കോഫ് റൂൾ ആയിരിക്കും ഇവിടെ അപ്ലിക്കബിൾ ആകുക. ലെറ്റ്സ് സേ നമ്മളൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ CH3CH ഡബിൾ ബോണ്ട് CH2, ഇവിടെ എന്തായിരിക്കും B2H6 ബാർ THF ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും, പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ. അങ്ങനെയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട്, യെസ്, CH3CH2CH2OH എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇതാ വാട്ടറിൻ്റെ അഡീഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താണ്, OH-ഉം ഇവിടെ H-ഉം ആണ്. ബേസിക്കലി എന്താണ്, ആൻറ്റി മാർക്കോനിക്കോഫ് റൂളാണ്. ഓക്കെ, മെക്കാനിസം ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, സെഷൻ വളരെ വലുതായി പോകും. ഓക്കെ, ഫൈൻ. ഇനി 11, വെൻ HBr ഈസ് ആഡഡ് ടു എ പെർട്ടിക്കുലർ കോമ്പൗണ്ട് വാട്ട് ഈസ് ദി മേജർ പ്രൊഡക്റ്റ്. എഗെയിൻ ഇവിടെ എന്താണ്, HBr പെറോക്സൈഡ് ഉണ്ടോ, ഇല്ല. പെറോക്സൈഡ് ഇല്ലെങ്കിൽ HBr മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, മാർക്കോനിക്കോഫ് റൂളാണ്. പക്ഷേ ആൻസർ ഇതല്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇതാ നോക്കിക്കോളൂ, CF3CH ഡബിൾ ബോണ്ട് CH2 ആണല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ HBr ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് എന്താണ്, ഇവിടെ ശരിക്കും എന്താണ്, മാർക്കോനിക്കോഫ് റൂൾ വെച്ചാണ് ആഡിഷൻ നടത്തേണ്ടത്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് എന്തായിരിക്കും, CH+CH3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ആൻഡ് ഇൻ്റർമീഡിയറ്റ് എന്താണ്, മാർക്കോനിക്കോഫ് റൂളിൽ കാർബോ കാറ്റയോൺ ആണ് അല്ലേ. ആൻറ്റി മാർക്കോനിക്കോഫ് ആണെങ്കിൽ എന്തായിരുന്നു, റാഡിക്കൽ ആണ്. അപ്പോൾ ഇവിടെ മാർക്കോനിക്കോഫ് ആണ്,
അപ്പോൾ എന്തായിരിക്കും? ഇന്റർമീഡിയറ്റ് കാർബോക്കേറ്റോൺ ആണ്. പക്ഷേ നിങ്ങൾ നോക്കിയേ, ഈ കാർബോക്കേറ്റോൺ ഹൈലി അൺസ്റ്റേബിൾ ആണ്. എന്തുകൊണ്ടാണ് അൺസ്റ്റേബിൾ? കാരണം ഫ്ലൂറിൻ എന്താണ്? സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ എന്താവും? കാർബോകാറ്റയോൺ എന്താവും? ഹൈലി അൺസ്റ്റേബിൾ ആണ് അല്ലേ? നമുക്കറിയാം മൈനസ് ഐ എഫക്റ്റ് ഡീസ്റ്റെബിലൈസസ് വോട്ട്? ഡീസ്റ്റെബിലൈസസ് കാർബോകാറ്റയോൺസ്. പ്ലസ് ഐ എഫക്റ്റ് ആണെങ്കിലാണ് കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി കൂടുക അല്ലേ? അപ്പോൾ ഇവിടെ മാർക്കോനിക്കോഫ് അല്ല, മറിച്ച് എന്തായിരിക്കും? ആൻറ്റി മാർക്കോനിക്കോഫ് അഡിഷൻ ആണ് നടക്കുക. ശ്രദ്ധിക്കണേ, അതായത് നമ്മുടെ കോമ്പൗണ്ട് ഇങ്ങനെയായിരുന്നു അല്ലേ? CF3 CH ഡബിൾ ബോണ്ട് CH2 HBr ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? മാർക്കോനിക്കോഫ് അഡിഷൻ ആണ്. ഇന്റർമീഡിയറ്റ് വരുന്നത് എന്താണ്? കാർബോകാറ്റയോൺ. ഇവിടെ ഫ്ലൂറിൻ ആറ്റം ഉണ്ടായതുകൊണ്ട് ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാർക്കോനിക്കോഫ് അഡിഷൻ നടക്കത്തില്ല, മറിച്ച് എന്ത് നടക്കും? യെസ്, ആൻറ്റി മാർക്കോനിക്കോഫ് അഡിഷൻ ആയിരിക്കും ഇവിടെ നടക്കുക. ഇമ്പോർട്ടൻ്റ് എക്സെപ്ഷൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ആൻഡ് അഗെയിൻ നമ്മൾ ഒരു ക്വസ്റ്റിനും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നില്ല, എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ഒക്കെ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ചോദ്യം വരും. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? CF3 ഇവിടെ ഉണ്ടാകും, CH2Br എന്നുള്ള രീതിയിൽ ആൻറ്റി മാർക്കോനിക്കോഫ് അഡിഷൻ പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകുക. ആൻഡ് ദാറ്റ് ഈസ് വോട്ട്? യെസ്, ഓപ്ഷൻ ബി. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 12. അഗെയിൻ ടു ബ്യൂട്ടൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻഡഗൺ ഐസോമറും സൂസുമാൻ ഐസോമറുമാണ് കിട്ടുന്നത്. എക്സും വൈയും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളെ, 2 ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? CH3 C ട്രിപ്പിൾ ബോണ്ട് CH3. ദിസ് ഇസ് ആക്ച്വലി എന്താണ്? 2 ബ്യൂട്ടൈൻ അല്ലേ? അപ്പോൾ നോക്കിക്കോളെ, ഇവിടെ ഈ ഐസോമറാണ് കിട്ടേണ്ടതെങ്കിൽ എന്തായിരിക്കും? യെസ്, ബെർച്ച് റിഡക്ഷൻ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ബെർച്ച് റിഡക്ഷൻ എന്താണ്? സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. യെസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും അല്ലേ? സോ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട്? യെസ്, C ഡബിൾ ബോണ്ട് C CH3 H എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടും, വിച്ച് ഇസ് ഈ ഐസോമർ. അതേസമയം നിങ്ങൾ എന്താണ്? നമ്മുടെ പലേഡിയം BaSO4ഉം H2. യെസ്, എന്താണ് അതിന് പറയുന്ന പേര്? ഇതിനൊരു പേരുണ്ട് അല്ലേ? എന്താണ്? ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ്. ദിസ് ഇസ് കോൾഡ് വോട്ട്? യെസ്, ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൂസമാൻ, ഓക്കെ, HH CH3 സിസ് പ്രൊഡക്റ്റും ട്രാൻസ് പ്രൊഡക്റ്റും പോലെ അല്ലേ? അപ്പോൾ എന്തായിരിക്കും? യെസ്, അപ്പോൾ ട്രാൻസ് ആകുമ്പോൾ സോഡിയം ബാർ ലിക്വിഡ് അമോണിയയും പിന്നെ എക്സ് ആൻഡ് വൈ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എക്സ് എന്താണ്? യെസ്, ബെർച്ച് റിഡക്ഷനും ഇവിടെ എന്താണ്? ലിൻഡ്ലാസ് കാറ്റലിസ്റ്റും. ഓപ്ഷൻ എ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുക. നൗ ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് ആർ ദ ഫോളോയിങ് ആൽക്കൈൻസ് ഇസ് മോസ്റ്റ് അസിഡിക്? അപ്പോൾ ആൽക്കൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക, നോൺ ടെർമിനൽ ആൽക്കൈൻസ് അസിഡിറ്റി ലെസ് ആയിരിക്കും കമ്പയർഡ് ടു ടെർമിനൽ ആൽക്കൈൻസിനായിരിക്കും അസിഡിറ്റി കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? ഇത് എലിമിനേറ്റ് ചെയ്യാം, സ്ട്രേറ്റ് ഫോർവേഡ്. ആൻഡ് അസിഡിറ്റിയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, കാർബോക്സിലിക് ആസിഡും ഫിനോളൊക്കെ ആണെങ്കിലും നിങ്ങൾ ആലോചിക്കുക അസിഡിറ്റി. പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അസിഡിറ്റി എന്താവും? ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ അസിഡിറ്റി എന്താവും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? CH3 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ ഒരു എന്തും ഇല്ല, പ്ലസ് ഐ ഗ്രൂപ്പും ഇല്ല, നമുക്ക് എന്താണ്? യെസ്, ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ല. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഏറ്റവും നല്ല അസിഡിറ്റി കാണിക്കും. റൈറ്റ്, അപ്പോൾ ഡി. Now, question number 14. Which of the following cycloalkanes does not follow Bayer's original prediction about a ring strain? വളരെ നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബെയേഴ്സ് സ്ട്രെയിൻ തിയറിയുമായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും ഞാൻ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. ആൻഡ് ഇതിൻ്റെ ആൻസർ എന്താണ്? സൈക്ലോഹെക്സൈൻ. ആക്ച്വലി സൈക്ലോഹെക്സൈൻ എന്താണ്? യെസ്, സ്ട്രെയിൻ ഫ്രീ മോളിക്യൂളാണ്, ആംഗിൾ സ്ട്രെയിൻ ഫ്രീ മോളിക്യൂളാണ്. Because it adopts what? Adopts chair conformations. Okay, അപ്പോൾ സൈക്ലോഹെക്സൈൻ മോസ്റ്റ് സ്റ്റേബിൾ ആണ്. ബേസ് സ്ട്രെയിൻ തിയറിയുമായിട്ട് എന്താണ്? സ്ട്രെയിൻ ഫ്രീ, ആംഗിൾ സ്ട്രെയിനും ടോർഷണൽ സ്ട്രെയിനൊക്കെ ഫ്രീ ആയിട്ടുള്ള മോളിക്യൂളാണ്, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂളാണ്. ഓക്കെ,
Question number 15. Which of the following statement is correct regarding but1-ine and but2-ine with tolerance reagent എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണ് ഈ but1-iനും but2-iനും ജസ്റ്റ് സ്ട്രക്ചർ വരച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതെന്താണ്? സോറി ഫോർ ദാറ്റ്. but1-ine ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദിസ് ഈസ് but1-ine. ആൻഡ് വാട്ട് ഈസ് ദിസ്? but2-ine. This is but2-ine and this is what? but1-ine. Okay. അപ്പോൾ എന്താണ് ഇത്? ടെർമിനൽ ആൽക്കൈൻ ആണ്. ദിസ് ഇസ് ആക്ച്വലി ടെർമിനൽ ആൽക്കൈൻ ആൻഡ് ദിസ് ഇസ് വാട്ട്? നോൺ ടെർമിനൽ ആൽക്കൈൻ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ടോളറൻസ് റിയേജൻറ്റ് ആരുമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യൂ? യെസ്, ടെർമിനൽ ആൽക്കൈൻസുമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യൂ. ടെർമിനൽ ആൽക്കൈൻസിനെയും നോൺ ടെർമിനൽ ആൽക്കൈൻസിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഓൺലി but1-ine ഗിവ്സ് വാട്ട്? സിൽവർ മിറർ ടെസ്റ്റ്. but2-ine നോൺ ടെർമിനൽ ആൽക്കൈൻ ആണ്, സിൽവർ മിറർ ടെസ്റ്റ് അല്ലെങ്കിൽ ടോളറൻസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ സി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16. Which of the following factor contributes the high stability of tropylium cation? Yes, tropylium, very very important. എന്താണ് tropylium? Yes, carbon 7 H7 plus. Okay, highly stable ആണ് കേട്ടോ tropylium ion cation. Okay, stable than benzyl carbocation. നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ബെൻസൈൽ കാർബോക്കേറ്റയോണിനേക്കാളും സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് tropylium cation. ഹൈലി അരോമാറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? യെസ്, ഹൈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഫോളോസ് ഹക്കൽ റൂൾ ആൻഡ് ഇസ് ഫുള്ളി വോട്ട് കോൺജുഗേറ്റഡ്. ഓക്കെ, ഫുള്ളി കോൺജുഗേറ്റഡ് ആണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? യെസ്, കോൺജുഗേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്, അതുകൊണ്ട് ഹൈലി സ്റ്റേബിൾ ആണ്. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് വോട്ട് 10-അനുലീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ അനുലീൻ എന്ന് പറയുന്നത്? നോക്കൂ, 10-അനുലീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. അതായത് എത്ര പൈ ബോണ്ട് ഉണ്ടാവണം? 5 പൈ ബോണ്ട് വേണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 10 ഇലക്ട്രോൺസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? 10-അനുലീൻ എന്ന് വിളിക്കും. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 4n+2 പൈ ഇലക്ട്രോൺസ് അല്ലേ? 4n+2 പൈ ഇലക്ട്രോൺ ആകുമ്പോൾ 4 × 2 അല്ലേ? യെസ്, ഹക്കൽ റൂള് ഫോളോ ചെയ്യുന്നുണ്ട്, പ്ലാനാർ ആണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവരെന്താണ്? നോൺ അരോമാറ്റിക് ആണ്. സിംപ്ലി ദേ ആർ നോൺ അരോമാറ്റിക്. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ഹൈഡ്രജൻസ് ഉണ്ട്, ഈ ട്രാൻസ് ഹൈഡ്രജൻസ്. നോക്കണേ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാകും, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും. ബിക്കോസ് ഓഫ് ദിസ് റിപ്പൽഷൻ ഇവരുടെ പ്ലാനാരിറ്റി എന്താവും? നഷ്ടപ്പെടും. ഈ ഹൈഡ്രജൻ, ട്രാൻസ് ഹൈഡ്രജൻ റിപ്പൽഷൻ കാരണം ഈ മോളിക്യൂൾ എന്താവും? നോൺ പ്ലാനാർ ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും? പ്ലാനാരിറ്റി നഷ്ടപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കലി ഇവരെന്താവും? നോൺ അരോമാറ്റിക് ആകും. അപ്പോൾ നോക്കിക്കോളെ, എന്താണ്? നോൺ പ്ലാനാർ ആൻഡ് വോട്ട്? നോൺ അരോമാറ്റിക്. അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും യെസ്, കംപ്ലീറ്റ്ലി എന്താണ്? കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്, പ്ലാനാർ ആണെന്നൊക്കെ തോന്നും. പക്ഷേ അനുലീൻ 10 എന്താണ്? നോൺ പ്ലാനാർ ആണ്, നോൺ അരോമാറ്റിക് ആണ്. അതേപോലെയുള്ള ഒരു കോമ്പൗണ്ട് ആണ് അനുലീൻ 8 അനുലീൻ. എന്തായിരിക്കും? 4 പൈ ബോൺസ് ഉണ്ടാവും, 8 പൈ ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും 4n പൈ ഇലക്ട്രോൺസ് അല്ലേ, ആൻറ്റി അരോമാറ്റിക് ആയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും, ആൻറ്റി അരോമാറ്റിക്. പക്ഷേ ഇവർ ആൻറ്റി അരോമാറ്റിക് അല്ല. കാരണം ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്തായിരിക്കും? ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. ആ അൺസ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ മോളിക്യൂള് സ്റ്റേബിൾ ആകാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? ടബ് കൺഫർമേഷനിലേക്ക് മാറും. നോക്കിയേ, ബാത്ത് ടബ് പോലെ അല്ലേ? ഇവിടെ ഒരാൾ കുളിക്കുന്നതൊക്കെ ആയിട്ട് വിചാരിച്ചാൽ മതി, ബാത്ത് ടബ്. ഓക്കെ, ടബ് കൺഫർമേഷനിലേക്ക് ഇവർ മാറും. വിച്ച് മീൻസ് ഇവരും എന്താണ്? നോൺ പ്ലാനാർ ആണ്. അതേപോലെ ഇവരെന്താണ്? യെസ്, നോൺ അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഇറ്റ് എസ്കേപ്സ് ആൻറ്റി അരോമാറ്റിസിറ്റി എന്ന് നമ്മൾ പറയും. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18. വൈ ഡസ് സൈക്ലോപ്രൊപ്പൈൽ മീഥൈൽ കാർബോക്കേറ്റോൺ? വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഓക്കെ, ദിസ് ഈസ് സൈക്ലോപ്രൊപ്പൈൽ മീഥൈൽ കാർബോക്കേറ്റയോൺ ഷോസ് എക്സെപ്ഷണൽ സ്റ്റെബിലിറ്റി. ഇവർ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോക്കേറ്റയോൺ ആണ് ടു എ നോർമൽ പ്രൈമറി കാർബോക്കേറ്റയോൺ. നോക്കുമ്പോൾ എന്താണ്? യെസ്, ദിസ് ഈസ് പ്രൈമറി കാർബോക്കേറ്റയോൺ ആണ്, പക്ഷേ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോക്കേറ്റയോൺ ആണ്. എന്തുകൊണ്ടാണെന്നല്ലേ? യെസ്, ബിക്കോസ് ദേ എക്സിബിറ്റ് ഡാൻസിങ് റെസണൻസ്. എന്താണ് ഡാൻസിങ് റെസണൻസ്? അതായത് ഈ സൈക്ലോപ്രൊപ്പൈലിൻ്റെ ഇവിടെ യെസ്
ബെൻഡ് പി ഓർബിറ്റൽസ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? സൈക്ലോപ്രൊപ്പൈൽ കാണുന്നത് പോലെയല്ല, ഇവിടെ എന്തായിരിക്കും? ബെൻഡ് പി ഓർബിറ്റൽ ആയിരിക്കും. അതായത് ഇവർക്ക് നല്ല രീതിയിൽ എന്തുണ്ടാവും? കോൺജുഗേഷൻസ് ഉണ്ടാവും. അങ്ങനെ നല്ല രീതിയിൽ കോൺജുഗേഷൻ ആണെങ്കിൽ നല്ല സ്റ്റെബിലിറ്റിയും ഇവർക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് കേട്ടോ റെസണൻസ് വിത്ത് ബെൻഡ് ബോൺസ് ഓഫ് വോട്ട് സൈക്ലോപ്രൊപ്പൈൽ. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? വളരെയധികം സ്റ്റേബിൾ ആയിരിക്കും. യെസ്, ഡാൻസിങ് റെസണൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, now question number 19, which of the following correctly represent 5-membered റിങ്ങിൻ്റെ അരോമാറ്റിസിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇതാണ് നമ്മുടെ ഫ്യൂറാൻ, പൈറോൾ, തയോഫിൻ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഒക്കെ ലോൺ പെയർ ഉണ്ട്. സൾഫറിൻ്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്, നൈട്രജൻ്റെ മുകളിലുണ്ട്, ഓക്സിജൻ്റെ മുകളിലുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവരുടെ അരോമാറ്റിസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ഈ ലോൺ പെയർ എത്രത്തോളം നന്നായി കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. കോൺജുഗേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? അരോമാറ്റിസിറ്റിയും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഓക്സിജൻ, നൈട്രജൻ, അതേപോലെ സൾഫർ, ഇവരിൽ ആർക്കാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ? ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് പറയുന്നത്. ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ നൈട്രജൻ, പിന്നെ ആർക്കാണ്? സൾഫർ. അപ്പോൾ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദി അബിലിറ്റി ടു അട്രാക്ട് ഇലക്ട്രോൺ പെയർസ്. ദി അബിലിറ്റി ടു അട്രാക്ട് ഇലക്ട്രോൺ പെയർസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ഈ ലോൺ പെയർ എന്ത് ചെയ്യത്തില്ല? നല്ല രീതിയിൽ കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. അതേസമയം സൾഫറിന് എന്താണ്? യെസ്, ഏറ്റവും കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ലോൺ പെയർസിനെ ഈസി ആയിട്ട് വിട്ടുകൊടുക്കും. അങ്ങനെയാണെങ്കിൽ തയോഫിൻ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. പിന്നെ ആരായിരിക്കും? യെസ്, നൈട്രജൻ. യെസ്, തയോഫിൻ, പൈറോൾ ആൻഡ് ദെൻ ഫ്യൂറാൻ എന്നുള്ള ഓർഡർ വരും. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ഈസ് ഗ്രേറ്റർ ദാൻ നൈട്രജൻ, സൾഫർ. അപ്പോൾ എന്തായിരിക്കും? ദ അബിലിറ്റി ടു അട്രാക്ട് ഇലക്ട്രോൺ പെയർസ് ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്സിജൻ എന്ത് ചെയ്യത്തില്ല? വിട്ടുകൊടുക്കത്തില്ല. അതേസമയം സൾഫർ ഈസി ആയിട്ട് വിട്ടുകൊടുക്കും. കോൺജുഗേഷൻ ഇൻക്രീസ് ചെയ്യും, അരോമാറ്റിസിറ്റി ഇൻക്രീസ് ചെയ്യും. തയോഫിൻ ഗ്രേറ്റർ ദാൻ പൈറോൾ, ഫ്യൂറാൻ. ക്ലിയർ? നൗ ദ ലാസ്റ്റ് വൺ, 20th ക്വസ്റ്റ്യൻ. ഇതിൽ ഏത് കൺഫോർമേഷനാണ് കൂടുതൽ സ്റ്റേബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ. കാരണം എന്താണെന്നറിയോ? ഇതാണ് ഗോഷെ എഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകും. യെസ്, ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കുറച്ചും കൂടെ അടുത്തല്ലേ, ഇതിന് എക്ലിപ്സ്ഡ് ഫോം ആണ് അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്? യെസ്, ഇവിടെ റിപ്പൽഷൻ ഫാക്ടർ ഉണ്ടാകും. വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? റിപ്പൽഷൻ ഫാക്ടർ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ ഗോഷെ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഫോം ആയിരിക്കണം കുറച്ചുകൂടെ സ്റ്റേബിൾ ആവേണ്ടത് അല്ലേ? കാരണം റിപ്പൽഷൻ കുറവല്ലേ? യെസ്, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ ഒരുപാട് ടോപ്പിക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സെഷൻസും ഇതേപോലെ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.